നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നിഫ്റ്റി ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. HDFC ബാങ്ക് വീക്കായിരുന്നു. അതിന് മുമ്പുള്ള ദിവസം റിലയൻസ് ഏകദേശം 4% ഫോൾ രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ ആദ്യമായിട്ട് ഈ ഒരു വർഷം US മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏകദേശം ഒരു 500 പോയിൻറ്റിലേറെ ഒരു ഇടിവ് രേഖപ്പെടുത്തി ഡോ. നാസ്ഡാക്കിൽ പ്രശ്നമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും ട്രംപ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് വലിയ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കെതിരെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഡോ ഫോളോ ചെയ്യാനായിട്ട് കാരണം. പ്രമുഖ എല്ലാ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് കമ്പനീസും ഇടിവ് രേഖപ്പെടുത്തി. FISൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ 1572 കോടി രൂപക്ക് സെല്ല് നടത്തി. DIs സ്വാഭാവികമായ രീതിയിൽ അവർ ബയേഴ്സാണ്. 2889 കോടി രൂപക്ക് DIs ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $7 ഉയർന്ന് താഴ്ന്ന് ഇടിവ് രേഖപ്പെടുത്തി 4448. സിൽവറും സമാനമായ രീതിയിൽ 77. ബിറ്റ്കോയിൻ 1300 പോയിൻ്റ് ഇടിഞ്ഞ് 91,354. ബ്രന്റ് ഓയിൽ 60. നിഫ്റ്റി കാണാം 26,182. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 26,237. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. S&P ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ചൈന ഫ്ലാറ്റാണ്. കോസ്പി കൊറിയ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് എന്നാൽ 410 പോയിൻ്റ് ഇടിവിലാണ്. പിന്നെ ഇന്നലെ ക്ലോസ് ആയ യൂറോപ്യൻ മാർക്കറ്റാണ് ഡാക്സ്, CAC 40 ഫ്രാൻസ്. ഇതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് മാത്രം 230 പോയിൻ്റ് പ്ലസ് ആയിരുന്നു. പിന്നെ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഡോ കാണാം 465 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ നാസ്ഡാക്ക് ഫ്ലാറ്റായിരുന്നു. US വിക്സ് നില 3% സ്പൈക്കും കണ്ടു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ വിപ്രോ ഏകദേശം ഒരു 1% റാലി രേഖപ്പെടുത്തി. ICICI ബാങ്ക് ഒരു 1% റാലി രേഖപ്പെടുത്തി. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US ഫ്യൂച്ചറിലാണ് ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയത്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ കാണുന്നില്ല. അപ്പോൾ വെനീസിലായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ എക്സ്കലേറ്റ് ചെയ്ത് പോകുന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത Q3 റിസൾട്ടുകളൊക്കെയാണ് വരുന്നത്. എല്ലാ കമ്പനീസിൻ്റെയും Q3 ആദ്യം IT കമ്പനീസ് ആയിരിക്കും. കമ്പനിയുടെ റിസൾട്ടായിരിക്കും വരിക. അതിനുശേഷം മന്ദം മറ്റുള്ള കമ്പനീസിൻ്റെ തന്നെ റിസൾട്ട് വരും. അപ്പോൾ ആദ്യം ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടായിരിക്കും ആദ്യഘട്ടങ്ങളിൽ വരുന്നത്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മൾ വരും. ഏതൊക്കെ ഡേറ്റ് ആണെന്നുള്ളതൊക്കെ നമുക്ക് റിസൾട്ട് കലണ്ടർ നമ്മൾ ഷെയർ ചെയ്യാം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ പോകാം. ഇത് ബൈസിൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ നമ്മളവിടെ ചെയ്യാറുണ്ട്. അത് യൂട്യൂബിൽ അത് ഇടാറില്ല, ഇൻസ്റ്റയിൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളും അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. കാരണം നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു കാര്യം അറിയണമെങ്കിൽ ഇൻസ്റ്റയിലാണ് നമ്മൾ ചെയ്യുന്നത്. LG ഇലക്ട്രോണിക്സ് കമ്പനി അവരുടെ 3 മന്ത് ലോക്കിൻ പീരീഡ് തീരുകയാണ്. ലോക്കിൻ പീരീഡ് തീരുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം തന്നെ അത് വിൽക്കാനുള്ളൊരു അവസരമുണ്ട്. സ്റ്റോക്ക് താഴെ പോകണമെന്നോ അല്ലെങ്കിൽ അവർ വിൽക്കണമെന്നോ നിർബന്ധമില്ല. പക്ഷേ സ്റ്റോക്ക് ഫോക്കസ് ആവും. ഇൻഫോസിസ് കമ്പനി ഇവർ കോമ്പിനേഷനായിട്ടൊരു പുതിയ AI ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ടാറ്റ സ്റ്റീൽ 12% ഇയർ ഓൺ ഇയർ അവരുടെ പ്രൊഡക്ഷനിൽ വർധനവ് രേഖപ്പെടുത്തിയത്. ഹയസ്റ്റ് എവർ ക്വാർട്ടർ റിപ്പോർട്ടാണ് അവരുടെ. അദാനി ഗ്രീൻ എനർജി കമ്പനി അവർ ആഷ്ലി ഇന്ത്യ ഗ്ലാസ് ഇന്ത്യയായിട്ടൊരു പുതിയ ഹൈബ്രിഡ് പ്രൊജക്റ്റിൻ്റെ കരാറ് സൈൻ ചെയ്തു. ഗ്ലാൻ ഫാർമ പുതിയ അവരുടെ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അംഗീകാരം ലഭിച്ചു. ഹഡ്കോ കമ്പനി ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. IRB ഇൻഫ്ര 12% ഇയർ ഓൺ ഇയർ അവരുടെ ടോൾ കളക്ഷൻ ഉയർന്നു. NCL ഇൻഡസ്ട്രീസ് സിമെൻറ്റ് പ്രൊഡക്ഷൻ 5% ഒരു ഉയർച്ച കണ്ടു. മെഡിക്കമൻ ബയോടെക് കമ്പനി ഇവരുടെ ഡെൻമാർക്കിൽ ഇവരുടെ സബ്സിഡിയറി കമ്പനി രജിസ്ട്രേഷൻ പൂർത്തിയായി എന്നുള്ള ന്യൂസ്. ഏഞ്ചൽ വൺ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ജാനുവരി 15 അതിൻ്റെ ഡേറ്റ്. സാഗിൽ പ്രീപെയ്ഡ് കമ്പനി ഇവർ ക്യുബിയൻ കൺസൾട്ടൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ന്യൂസുകൾ. അപ്പോൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. മാർക്കറ്റ് സമയത്ത് നമ്മളവിടെ
ഡേറ്റാസ് എല്ലാം തന്നെ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.